ഡാർക്കാനി പഴയ ചുവരാണ്, ഇതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. നീ എൻ്റെ പോഴ്സ് ഒന്ന് കുറച്ചാണ്. ഞായറാഴ്ചയായിട്ടൊന്ന് പൊന്മുടി പോയിരുന്ന ഞാനാണ്. നീ കെഞ്ചി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നീ പണിക്ക് വന്നത്. അതുകൊണ്ട് നീ ആജ്ഞാപിക്കല്ലോ എൻ്റെ കൂടെ. ഒള്ളി റിക്വസ്റ്റ്, മനസ്സിലായാ? സാറേ, അതിൻ്റെ പോഴ്സ് ഒന്ന് കുറച്ചാലും. മക്കളെ, പയറും വെണ്ടയൊക്കെ വെച്ചത് പോവാതെ ചെയ്യണേ. ഓ അമ്മ, അത് നമ്മൾ നോക്കിക്കോളാം അമ്മ. അയ്യോ, ഡാർക്കാ ദാണ്ട ഒന്നും പോവാതെ ചെയ്യണേ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്ക് അങ്ങനെ ചെയ്യാൻ. ഞാൻ വിക്കം മണിയുണ്ട വീട്ടിൽ ഏറെ കൊണ്ട് കൂടെ വെള്ളം അടിച്ച് അവരെ കഞ്ഞിക്കലോ കട്ടി തീർപ്പ ചോർന്നുണ്ടല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ പ്രോയാ. ഞാൻ പറയുന്നത് അവര് നട്ടു വെച്ചേക്കണേ നശിപ്പിക്കും. അമ്മച്ചിക്ക് അടുത്ത കർഷകശ്രീ മേടിക്കാമല്ലോ. പിന്നെ ആരും വെണ്ട വെച്ചല്ലേ ഒരു കർഷകശ്രീ ഉണ്ടാക്കി. അനി അമ്മച്ചി പിന്നടാ. അമ്മ എന്തിനു പറ്റി അമ്മ? എടാ വെള്ളം ഇറ. എടാ നോക്കിയോണ്ടിക്കകത്തി വെള്ളം ഇറ. എടുത്തു മാറ്റാ. ഇതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണം. മുരളിയണ്ണ, അമ്മച്ചി അവിടെ വീണണ്ണ, ഓടി വാണ. മുരളിയണ്ണ, ചെറിയ അവിടെ നാക്കിതാണ്. ചെറിയ അവിടെ ഇത് ഞായറാഴ്ച ചിക്കനൊക്കെ വെച്ച് തകർക്കാന്ന് തന്നെ. മാമി തളർന്നു വന്നു കേട്ടാ. നമ്മളിപ്പോ ആശുപത്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഏതാ ആശുപത്രിയില്? ഏജയില് കേട്ടാ. ഇപ്പൊ എങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം? വേണ്ട, നീ സുമയ മക്കളെ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോ. അവിടെ വാവച്ച് ഒറ്റയ്ക്കേ ഉള്ളൂ. ഓ, ഹലോ അണ്ണാ. എന്തരണ്ണ? മാമി തളർന്നു വേണമെന്നു. സീരിയസ് എന്നാണ് തോന്നണ കേട്ടാ. മാമി എന്ന് പറയുമ്പോ വൈഫിന്റെ അമ്മേ. ഓ, അപ്പൊ ഇപ്പൊ വിളിച്ച മുരളിയണ്ണനാ? ഓ, അവർക്ക് മുമ്പ് ഒരിക്കൽ ഇതെനിക്ക് എന്തിനാ വന്നില്ലേ? ഇതിപ്പോ 3ാമത്തെ അറ്റാക്ക്. എൻ്റെ അടുത്ത് ആശുപത്രി ചെല്ലണ്ട, വീട്ടിലോട്ട് പോവാൻ. തന്നല്ലേ? ഇതിപ്പോ ചിക്കനൊക്കെ വേസ്റ്റ് ആവല്ലേ അണ്ണ? പെണ്ണുങ്ങൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുവാടാ. അതെന്ത് പെണ്ണുങ്ങൾക്ക് എന്ത് ഹാർട്ട് ഇല്ലേ? ബോഡി എപ്പോ കൊണ്ടുവരും? അതെനിക്കെങ്ങനെ അറിയാം? എന്തായാലും ചിക്കൻ ഗ്രില്ല് ചെയ്യണം, സാധനം എടുക്കണം. കാശുണ്ടാ? കാശ് ഒപ്പിക്കാം. അണ്ണാ, നിങ്ങൾ മരിപ്പറിയ ആര്? ആടെ നമ്മളെ സാവിത്രി വെച്ച് മരിച്ചുപോയി. ഏത്? കടയിൽ മുരളിയുടെ അമ്മായിയമ്മേ. തന്നെ? ഓ, എപ്പം? ആണ്ടെ ഇപ്പം. നിങ്ങൾ പെട്ടെന്ന് ഈ ട്യൂബൊക്കെ പറയി കൊണ്ടുവച്ച് കെട്ട്, അല്ലെങ്കിൽ ഇതും ആ പപ്പൂട്ടി കൊണ്ടുപോകും. പപ്പൂട്ടി എന്തിനു കൊണ്ടുപോണ? അവനൊക്കെ തോട്ടന്റെ അക്കരെ വരെയുള്ള മരിപ്പേ ഉള്ളൂ. ഇക്കരത്തെ മരിപ്പൊക്കെ എനിക്ക് തന്നെ. കൊണ്ടുവച്ച് കെട്ടാൻ തന്നെ അറിയാം. നീ വണ്ടി ഇറേ. ഞാൻ എന്തിനാ വാടാ പോടാ. ഇപ്പഴേ വേണം തരണ. വൈകിട്ട് കൊണ്ട് ചെടിയാ പോരെ? പറയാൻ പറ്റൂല. ആ പപ്പൂട്ടി കൊണ്ട് കെട്ടിക്കളഞ്ഞാല് ഒന്നാമത് അവരെ ബന്ധുവാണ് അവൻ. ഓ, നമ്മളിവിടെ എത്തിച്ച രാജേന്ദ്ര. എന്തായാലും ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും. രാജേന്ദ്ര വീട്ടിലെത്തിയാ? ഞങ്ങളിവിടെ എത്തിയണ്ണ. ഞാനും സുമൊക്കെ എത്തി. ഓ, പിന്നെ വാവച്ചി വീട്ടിലുണ്ടല്ലോ. പിന്നെ അവളവിടെ പോവാൻ. ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യണേ റിസപ്ഷനിൽ. ആ പേഷ്യന്റ് മൊത്തം നനഞ്ഞിരിക്കണേ. എന്നിട്ട് അതാണ്ട് അമ്മച്ചി ദേഹം തളർന്ന് വീണപ്പോഴേ യവായി വെള്ളം കോരി കുടഞ്ഞത്. ഇങ്ങനെയും കുടയോ? ഞാൻ വിചാരിച്ച അവർ അറ്റാക്ക് വന്ന് കിണറ്റിലാ കണ്ട വീണെന്ന്. ജസ്റ്റ് എന്താടേ? അല്ല, മരിച്ചെന്നറിഞ്ഞ പിന്നെ ട്യൂബൊക്കെ വെച്ചിട്ടാനായിട്ട്. നാടവനെ ആരാടാ മരിച്ചെന്ന് പറഞ്ഞ? പഞ്ചഭാവി മരിച്ചില്ലേ? ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് അണ്ണ ഇപ്പം വിളിച്ചാൽ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചെന്നാ. പോവാ പോണ അങ്ങോട്ട്. ഇനി ഇന്ന് അടി കിട്ടും. ഇല്ല, അവൻ കോളെടുക്കട്ട്. മുരളിയണ്ണ എപ്പോ? മരിച്ചടാ, മരിച്ചു.
ദാണ്ടേ ഇവിടുത്തെ അമ്മച്ചി മരിച്ചുപോയി. ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നു. അയ്യോ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ ആ അമ്മച്ചി കണ്ടാണല്ലോ. ആ ഇപ്പൊ മരിച്ച്. നിങ്ങളെ ഇതെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് വായിര്. ചേട്ടാ നമ്മള് വേറെ എവിടെ കൊണ്ടുപോകാൻ ചേട്ടാ? ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ചേട്ടാ. ഇതുവരെ ഇതൊന്നും സെറ്റായില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അടുത്ത് ഇവിടെ ഒന്ന് ഇങ്ങനെ പറയാൻ പറഞ്ഞു. മക്കളെ എന്നാ പിന്നെ എത്തിപ്പൂരം നിർത്തടാ. പിന്നെ വൈകിട്ടത്തെ പ്രോഗ്രാമിന് നിങ്ങൾ പോയിരുന്നു വായിക്കോ? അണ്ണാ ഇപ്പൊ ആശുപത്രിയിലെന്നല്ലേ പറഞ്ഞേ? ബോഡി കൊണ്ടുവരുമ്പോൾ നമ്മൾ നിർത്തിക്കോളാം. പോരെ? റെഡി 1 2 3 4. തോന്നയ്ക്കൽ ഐക്കുട്ടിക്കോണം അസംബ്ലി മുക്കിൽ മടത്തുവിളാകത്ത് വീട്ടിൽ സാവിത്രിയമ്മ 76 വയസ്സ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഡേ ഹൃദയാഘാതത്തിന്റെ ഘാ നീ അന്നത്തെ പോലെ സഖാവിന്റെ ഘാ വയ്ക്കരുത്. സംഗീതകായാണേ. ഇതെന്തായാലും പറ്റിയേ? മരിച്ചു പോയത് മാമാ. എങ്ങനെ മരിച്ചെന്നാണ് ചോദിച്ചേ? അറ്റാക്കായിരുന്നു. നല്ല വെള്ളമടിയായിരുന്നല്ലേ? ആര്? സാവിത്രി അമ്മച്ചിയ. അവരാണോ മരിച്ചത്? ഞാൻ വിചാരിച്ച മുരളിയാ മരിച്ചത്. ആ കൊഞ്ഞ ആ സ്ഥലത്തോടെ മാറിപ്പോയി ഇരിക്കും. കണ്ടും പുല്ലും കണ്ടുകൂടാതെ. ഹലോ അച്ഛാ. ആ മക്കൾ അറിഞ്ഞായിരുന്നാ? ഓ അച്ഛാ, രാജേന്ദ്ര ചിറ്റപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് വരാൻ പറ്റുമോ? അച്ഛാ എൻ്റെ ജോബ് വിസ അടിച്ച് കിട്ടിയിട്ടില്ല. അത് പ്രോസസ്സിങ്ങിലാണ്. ആ അപ്പോൾ അത് കിട്ടാനായിട്ട് 2-3 ദിവസം കൂടെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും. ഓ അമ്മ എങ്ങനെ ഇരിക്കണം അച്ഛാ? ആ അമ്മ ഞങ്ങൾ ആശുപത്രി നിൽക്കണേ മക്കളെ. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം എന്നാൽ. ഫോൺ അടിക്കുന്നു. എന്റെ ഫോൺ അടിക്കുന്നു. അഞ്ജലിയുടെ വീട്ടീന്നാ. എടുക്ക്. ഹലോ, തോന്നക്കലിന്നാണേ. അഞ്ജലിയുടെ അമ്മമ്മ മരിച്ചുപോയി. ആരെ? മാമി മരിച്ചത്. അവിടെ ആരാണ്ടോ മരിച്ചെന്ന്. ആര് മരിച്ചെന്ന്? ആരാണ്? മുരളി, അഞ്ജലിയുടെ അച്ഛൻ. അഞ്ജലിയുടെ അച്ഛൻ മരിച്ചെന്ന്. മുരളിയോ? അയ്യോ എന്തു പറ്റി? ആ ഫോണിങ് വന്നേ. എങ്ങനെയാ മരിച്ചത്? അറ്റാക്കായിരുന്നു. ഇതാരാ സംസാരിക്കുന്നത്? മുരളിയാണ്. അന്നേരം മരിച്ചെന്ന് പറഞ്ഞത് ആരാ? മാമിയെ, അഞ്ജലിയുടെ അമ്മമ്മ. മുരളിയല്ല, അഞ്ജലിയുടെ അമ്മൂമ്മ മരിച്ചത്. അണ്ണാ 2 ചായ.